ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് കരിപ്പുഴ സ്റ്റാർ ഫിഷിംഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയുടെ ബാക്കിയായിട്ടാണ് വീശുവല നിർമ്മിക്കുന്നതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കാണിക്കുന്നത്. വലമണി തളയ്ക്കുന്നതും അതിൻ്റെ ചേറ്റാടി ജോയിൻ്റ് ചെയ്യുന്നതുമാണ് നമ്മൾ കാണിക്കുന്നത്. ആദ്യം നമുക്ക് ചേറ്റാടി ജോയിൻ്റ് ചെയ്യുന്നത് കാണിക്കാം. ഇപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ ആ വീഡിയോ എടുത്തിരുന്നതാണ്, ആ വീഡിയോ നഷ്ടപ്പെട്ട്, അതുകൊണ്ട് വീണ്ടും എടുക്കുകയാണ്. നമ്മൾ മറ്റേ ആ വലയുടെ രണ്ട് പാളികൾ തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ കണ്ണി പെരുക്കമൊന്നും കൊടുക്കുന്നില്ല, മാലിടുന്നില്ല. അതായത് മേളിൽ എത്ര കണ്ണിയുണ്ടോ അത്രയും തന്നെ താഴെ വരുന്നത്. അപ്പോൾ നമ്മൾ ചേറ്റാടി കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വലയുടെ ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത് ഈ വലമണിയോട് ചേർന്നുള്ള ഭാഗത്താണ്. അപ്പോൾ ആ ചേറ്റാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വലയ്ക്ക് ഉപയോഗിക്കുന്ന നൂലിനേക്കാളും കട്ടി കൂടുതലുള്ള നൂലായിരിക്കും ചേറ്റാടിക്ക് ഉപയോഗിക്കുന്നത്. അതുതന്നെയല്ല, ചേറ്റാടി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സമയത്ത് ഈ വല 1 വർഷം 2 വർഷമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് ഈ വല മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിലും മാറാൻ പറ്റും. ഇപ്പോൾ ചേറ്റാടിക്ക് മേളിലോട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് നമുക്കങ്ങനെ വേറെ പുതിയ വല ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും കൂടുതൽ സമയം ചിലവാകുന്നതെന്ന് പറഞ്ഞാൽ, വലയുടെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ വലമണി തളയ്ക്കുന്നതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം ചിലവാകുന്നത്. അപ്പം നമുക്ക് ഒരു പുതിയ വല ഇണക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും നമ്മുടെ ആ പഴയ വലയുടെ ഈ ചേറ്റാടി തൊട്ട് മേപ്പോട്ടുള്ള, ചേറ്റാടി മാറേണ്ട, ചേറ്റാടി കഴിഞ്ഞ് മേപ്പോട്ടുള്ള വല മാത്രമായിട്ട് നമുക്ക് മാറാൻ പറ്റും. വീശുവല നിർമ്മിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പം ലോക്ക്ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവിക്കാതെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു വലയുടെ നമുക്കൊരു തുടക്കത്തിലൊക്കെ 1 മാസം കൊണ്ടൊക്കെ 1 വല 2 വലയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പം വീഡിയോ ഒരു പക്ഷേ ഇത്തിരി ലെങ്തി ആയി പോയേക്കാം. അതുകൊണ്ടാണ് നമ്മൾ കഴിവിൻ്റെ പരമാവധി അതിൻ്റെ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി വളരെ വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് ഉദ്ദേശിക്കുന്നുമുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാകാതെയോ എന്തെങ്കിലും സംശയങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ ഓരോരുത്തരും വാങ്ങുന്നത് ഒരു മുഴത്തിന് 1000 രൂപ വെച്ചൊക്കെയാണ് നമ്മളൊരു വല മേടിക്കാൻ ചെല്ലുമ്പോൾ അവർ വാങ്ങുന്നത്. അതായത് ഒരു 8 മുഴമുള്ള ഒരു വല വാങ്ങണമെങ്കിൽ നമുക്കൊരു 8000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു 8 മുഴമുള്ള വല ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചിലവാകുന്ന സാധനങ്ങളുടെ ചിലവെന്ന് പറഞ്ഞാൽ 2100-2200 രൂപയ്ക്കകത്ത് നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ജോലി മെനക്കെട്ട് നമ്മൾ ആരും ചെയ്യണ്ട. നമുക്കിടയ്ക്ക് ഇതുകൊണ്ട് സമയം കിട്ടുമ്പോൾ കുറേശ്ശെ ചെയ്താൽ പോലും നമുക്കൊരു നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വല കെട്ടിയെടുക്കാൻ പറ്റും. അതുകൂടാതെ ഇതൊരു പാർട്ട് ടൈം ജോലിയായിട്ടും കൊണ്ട് നടക്കാൻ പറ്റും. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് എൻ്റെ മെയിനായിട്ടുള്ള ജോലി ഇത് തന്നെയായിരുന്നു. വീശുവല എല്ലാം കെട്ടിക്കൊടുക്കുമായിരുന്നു ചെയ്തിരുന്നത് ഞാൻ. ഇപ്പം അങ്ങനെ സമയക്കുറവ് കൊണ്ട് പലരും വിളിച്ച് വലയുടെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേറെ ഓരോരുത്തർ വല ചെയ്യുന്നവരുടെ നമ്പറൊക്കെ കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. സമയക്കുറവ് കൊണ്ട് ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. ഇനിയും ലോക്ക്ഡൗണോ വല്ലതും വന്ന് അടച്ചു പൂട്ടുവാണെങ്കിൽ വീണ്ടും ഇതിലേക്ക് തിരിയേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് ഈ അപ്ലോഡ് ചെയ്യുന്ന വീശുവലയുടെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഒരേ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ പാർട്ടായിട്ട് വരുന്ന എല്ലാ വീഡിയോകളും കാണുന്ന ഏതൊരാൾക്കും സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ, ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അതുകൂടാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിർത്തുന്ന ഭാഗത്ത് ശരിക്കും 2-3 കെട്ടിട്ട് നിർത്തണമെന്ന്. അതേപോലെ തന്നെ ഇപ്പോൾ ചേറ്റാടി കെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനതവിടെ കെട്ടിട്ട് നിർത്തുകയാണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ എടുത്തേക്കുന്ന വലമണി എല്ലാം ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് നമ്മൾ ആ വട്ടച്ചാട്ടിലോട്ട് കോർത്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ വലമണി എല്ലാം എണ്ണിയായിരുന്നു. അത് 276 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് 5 കിലോ എന്നാണ് പറഞ്ഞത്. അതായത് 250 ഗ്രാം കുറച്ചാണ് ഞാൻ മേടിച്ചിരുന്നത്. അത് കുറച്ച് വലമണി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, ചെറുത് എത്ര 8-10 അങ്ങനെ കണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ അതോടെ ചേർത്ത് 276 എണ്ണമാണ് വലമണി ഉണ്ടായിരുന്നത്. നമ്മൾ വലമണി തിളയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ മേടിച്ചിരുന്ന 3-ാം നമ്പർ നൂലിൻ്റെ ആ നൂലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം ഒരു 3 മീറ്റർ നീളത്തിലൊരു നൂല് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങോട്ട് മടക്കി ആദ്യത്തെ കണ്ണിക്കകത്തൂടെ കയറ്റിയിട്ട് അതിൻ്റെ അകത്തൂടെ ഇട്ടുന്ന് ആ മടക്ക് വരുന്ന ഭാഗത്തൂടെ
അകത്തൂടെ ആ തുമ്പിങ്ങനെ അകത്തൂടെ ഇട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വട്ടം കൂടെ ചുറ്റി ഒന്നുകൂടെ കെട്ടിട്ട് ബലമായിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് കൊരുക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഈർക്കിലാണ്, പച്ചീർക്കിലാണ് എടുത്തേക്കുന്നത്. വലമണിയുടെ നീളത്തിനേക്കാളും ഒരു ഇഞ്ചൂടെങ്കിലും അധികം വരത്തേക്കാണോ ഇങ്ങനെ മടക്കി എടുത്തേക്കുവാണ് നമ്മളത്. നമ്മൾ ആദ്യത്തെ വലമണിയുടെ അകത്തൂടെ ആ ഈർക്കിൽ ഇങ്ങനെ കൊരുത്തെടുക്കുകയാണ്, ഈർക്കിൽ കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കയറ്റി എടുത്തിട്ട് രണ്ടാമത്തെ കണ്ണികയുടെ അകത്തൂടെ ഇത് കൊരുത്തെടുത്തിട്ട് നമ്മൾ കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. കൊരുത്തെടുത്തിട്ട് വലിച്ച് നിർത്തിക്കൊണ്ട് ശരിക്കും ടൈറ്റ് ചെയ്തുകൊണ്ട് ഒത്തിരി നൂലവിടെ ലൂസായി കിടക്കരുത്. ഇങ്ങനെ വലിച്ച് നിർത്തിക്കൊണ്ട് നമ്മൾ ഈ തള്ളവിരൽ കൊണ്ട് ഈ ഭാഗത്തൊന്ന് അമക്കി പിടിച്ചുകൊണ്ട് ഇതിന് പുറത്തൂടെ ചുറ്റിയിട്ടിട്ട് ആ രണ്ട് നൂലിൻ്റെ ഇടയ്ക്കൂടെ, അതായത് വലമണിയുടെയും ആ നൂലിൻ്റെ ഇടയ്ക്കൂടെ ഈർക്കിൽ തന്നെ കൊരുത്തിങ്ങെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കെട്ടിട്ട് നിർത്തുക. കെട്ടിട്ട് വലിക്കുന്നുണ്ട് നമ്മൾ ഈ രണ്ട് നൂലിലും കൂടെ ഒരേപോലെ പിടിച്ച് ടൈറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു നൂല് ടൈറ്റ് ആകുകയോ ഒരു നൂല് ലൂസായി പോവുകയും ചെയ്യും. അതുകൊണ്ട് രണ്ട് നൂലിലും ഒരേപോലെ തന്നെ പിടിച്ച് ടൈറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ വട്ടച്ചാടിൻ്റെ കൂടെ ഒരു ചുറ്റിട്ടിട്ട് അടുത്ത കണ്ണിയെ കൂടെ എടുത്ത് നമ്മൾ ടൈറ്റ് ചെയ്ത് ഈ വിരൽ കൊണ്ടൊന്ന് അമക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റിട്ടിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവന്ന് അവിടെ കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഒന്നുകൂടെ കാണിക്കുക, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക. നമ്മൾ ആ വട്ടച്ചാടിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ഒരു ചുറ്റിട്ടിട്ട് മറ്റേ അടുത്ത വലക്കണ്ണിയുടെ അകത്തൂടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. അകത്തൂടെ എടുത്ത് നമ്മൾ ആ തള്ളവിരൽ കൊണ്ട് നമുക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. ആ വലിക്കുന്ന സമയത്ത് രണ്ട് നൂലിലും കൂടെ ഒരേപോലെ ടൈറ്റ് ചെയ്ത് പിടിക്കണം. ഇതിങ്ങനെ ഞാൻ ആദ്യം വലമണി കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 4 കണ്ണിയോടെ കെട്ടിയിട്ടാണ് അടുത്ത വലമണി കെട്ടാൻ തുടങ്ങുന്നത്. 4 വലക്കണ്ണി എന്താ കെട്ടിയത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ വലയുടെ ചേറ്റാടി വന്നു കഴിഞ്ഞപ്പോൾ അടിയിലത്തെ വലക്കണ്ണിയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1250 എണ്ണമായിരുന്നു വന്നത്. വലമണി മൊത്തം 276 എണ്ണവും. അപ്പോൾ നമ്മൾ ഈ 1250-നെ 276 കൊണ്ട് അരിച്ചു കഴിഞ്ഞപ്പോൾ 4.5 സംതിങ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വട്ടം 4 കണ്ണി കെട്ടിയിട്ട് വലമണി കെട്ടുക. അടുത്തതിൻ്റെ അകത്ത് അടുത്ത പ്രാവശ്യം 3 കണ്ണി കെട്ടിയിട്ട് വലമണി കെട്ടും. അപ്പോൾ ഒന്നിടെ വിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കണക്ക് കാൽക്കുലേറ്റ് ആവും. നമ്മുടെ വലമണി എത്രയാണ് എടുക്കുന്നത്, അടിയിലത്തെ കണ്ണി എത്രയുണ്ട്, അതിന് ആ വലമണിയുടെ എണ്ണം കൊണ്ട് അരിച്ചു കഴിയുമ്പോൾ നമുക്ക് എത്ര കണ്ണി കഴിഞ്ഞിട്ട് ആ വലമണി തിളയ്ക്കേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വീശുവല കെട്ടാനോ അല്ലെങ്കിൽ വല വീശുന്നത് പഠിക്കാനോ അല്ല വലയുടെ മെയിൻ്റനൻസ് ചെയ്യാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള വീഡിയോകളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്താൻ സഹായിക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പലർക്കും ഉള്ള സംശയമാണ് നമ്മൾ ഫിഷിങ്ങിനുള്ള ലൈസൻസ് എങ്ങനെ എടുക്കുക എന്നുള്ളത്. ഫിഷിങ്ങിനുള്ള ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇതിൻ്റെ ലൈസൻസ് കിട്ടുന്നത്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമായിട്ടുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ലൈസൻസ് കിട്ടത്തുള്ളൂ. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമാകാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേമനിധി ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ഇതിൻ്റെ അംഗമാകാനുള്ള ഫോം വാങ്ങി അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്.
ഇതിൻ്റെ ഫോം വിതരണം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മാസത്തിലാണ്, ജൂൺ ഫസ്റ്റ് വീക്ക് തൊട്ടാണ് ഇത് വിതരണം ചെയ്യുന്നത്. അത് ജൂലൈ 31 മുമ്പായിട്ട് നമ്മൾ ഇത് പൂരിപ്പിച്ച് കൊടുക്കണം. ഇത് പൂരിപ്പിച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ അകത്ത് 2 പേര് സാക്ഷ്യപ്പെടുത്തണം. അത് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമായിട്ടുള്ളവരും അത് 60 വയസ്സ് കഴിയാത്തതുമായ 2 പേരെ കൊണ്ട് നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. നമ്മളും ഒരു മത്സ്യത്തൊഴിലാളിയാണെന്നും ഈ മത്സ്യബന്ധനം കൊണ്ട് നമ്മൾ ഉപജീവനം നടത്തുന്നതെന്നും സാക്ഷ്യപ്പെടുത്തുന്നത് അവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വാങ്ങണം. ആ ഒപ്പിട്ട് തരുന്നവർ അവരുടെ പാസ്ബുക്കിൻ്റെ നമ്പരും കൂടെ നമ്മുടെ ഫോമിൽ രേഖപ്പെടുത്തണം. അവരുടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും എല്ലാം രേഖപ്പെടുത്തി അവരുടെ ഒപ്പും വേണം, ഫോൺ നമ്പരും വേണം. ഇത് 60 വയസ്സ് കഴിയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ മേടിക്കുന്നവരായിരിക്കരുത്. അത് ഇവിടെ അംഗീകരിക്കുന്നതല്ല. അങ്ങനെ 2 പേരെ കൊണ്ട് നമ്മുടെ ഫോമിൻ്റെ അത് ഒപ്പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഫോമിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പൂരിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, ഫോട്ടോ, നമ്മുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി ഇതുമായിട്ട് നമ്മളിവിടെ ജൂലൈ 31 മുമ്പായിട്ട് അവിടെ സമർപ്പിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഈ ഫോം വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ റേഷൻ കാർഡും കയ്യിൽ കരുതിയിരിക്കണം. റേഷൻ കാർഡ് കാണിച്ചെങ്കിൽ മാത്രമേ ഈ ഫോം കിട്ടത്തുള്ളൂ. നമുക്കിനിയും ഈ നൂല് എങ്ങനെയാണ് ഇവിടെ വെച്ച് തീർന്നു കഴിയുമ്പോൾ നമ്മൾ കെട്ടിട്ട് നിർത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ നൂല് കെട്ടിട്ട് നിർത്തുന്നത് എപ്പോഴും കെട്ട് ഈ വലമണിക്കുള്ളിൽ വരത്തക്കവണ്ണമാണ് നമ്മൾ കെട്ടിട്ട് നിർത്തുന്നത്. ആദ്യം തന്നെ ആ വലമണി ഒന്ന് വെച്ച് നോക്കിയിട്ട് വലമണിയുടെ സെൻറ്ററിലായിട്ട് ആ കെട്ട് വരത്തക്കവണ്ണം അവിടെ നിന്ന് നമ്മൾ അടയാളപ്പെടുത്തിക്കൊണ്ട് ഇതിലോട്ട് ചുറ്റിയെടുത്ത് ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തൂടെ 2 വട്ടം ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചുറ്റിയിട്ട് നല്ലതായിട്ട് കെട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. കെട്ടി ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള തുമ്പ് കട്ട് ചെയ്തിട്ട് നമ്മളതൊന്ന് ഉരുക്കി നിർത്തണം. അത് ഒരിക്കലും അഴിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല ഇപ്പോൾ 2 ചുറ്റിട്ട് എടുത്തിട്ടുണ്ട്. അതവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് നിർത്തുകയാണ്. ഇനി ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്യുകയാണ്. ഇനി അവിടെ നമുക്കത് ഒന്നുകൂടെ ഒന്ന് ഉരുക്കിയും കൂടെ ഒന്ന് കൊടുക്കാതെ ഒന്നുകൂടെ സ്ട്രോങ് ആകും. അത് ആ കെട്ടൊരിക്കലും അഴിഞ്ഞു പോകത്തില്ല. അത് ഈ നൈലോൺ നൂലായതുകൊണ്ട് പെട്ടെന്ന് അഴിയാൻ ചാൻസാണ്, ഇരിഞ്ഞിരിഞ്ഞ് വരും അവിടെയൊക്കെ. അതിനാണ് അതൊന്ന് ഉരുക്കി നിർത്തുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കി അങ്ങോട്ട് ജോയിൻറ്റ് ചെയ്യാനുള്ളത് ബാക്കി നൂലെടുക്കുക. അതും നമ്മളൊരു 3 മീറ്റർ നീളത്തിൽ വരെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം കുരുക്കൊന്നും വീഴാതെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇതും എടുക്കുന്നത് ആ 1.5 നമ്പറിൻ്റെ നൂലല്ല, 3 നമ്പറിൻ്റെ നൂലാണ്. മാറിപ്പോകരുത്. നമ്മൾ ഈ വലമണി തിളയ്ക്കാൻ ഉപയോഗിക്കുന്നത് 3 നമ്പറിൻ്റെ നൂലാണ്. നമ്മൾ ബാക്കി ഇത് ജോയിൻറ്റ് ചെയ്യാനുള്ള നൂല് മുറിച്ചെടുത്തതിന് ശേഷം അതൊന്ന് മടക്കിയിട്ട് മടക്ക് വരുന്ന വശം നമ്മൾ ഈ കെട്ടിൻ്റെ അകത്തൂടെ കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ ക്യാമറയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇത്രയും താമസം ഉണ്ടാകുന്നത്. ഇങ്ങനെ ആ കെട്ടിട്ടേക്കുന്നതിൻ്റെ അകത്തൂടെ ഈ മടക്ക് വശം അകത്തോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ ആ ചുറ്റിൻ്റെ അകത്തൂടെ ഈ ബാക്കി ഇതിൻ്റെ എൻഡ് ഭാഗം രണ്ടും ഇതിൻ്റെ അകത്തൂടെ കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ അകത്തോട്ട് കയറ്റിയെടുത്തേക്കുക. അപ്പോൾ അതൊന്ന് വലുതാക്കിക്കൊണ്ട് അതിൻ്റെ അകത്തൂടെ നമുക്ക് കയറ്റിയെടുക്കാം. ഇങ്ങനെ കയറ്റിയെടുത്തിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നിർത്തുക. വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചുറ്റി ഇങ്ങനെ പുറത്തൂടെ ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് ചുറ്റിയിട്ട് കെട്ടിയെടുക്കുക. ഒരു കെട്ടോടെ ഇട്ട് നിർത്താം. ഒന്നുകൂടെ സ്ട്രോങ് ആകും. അത് നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് നിർത്തുക. എന്നിട്ട് ഈ കെട്ട് വരുന്നത് എപ്പോഴും നമ്മൾ വലമണിക്കുള്ളിലായി വരത്തക്കവണ്ണം വേണം ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വലയിലാണെങ്കിൽ വലക്കണ്ണി ഈ കെട്ടിൻ്റെ ഭാഗത്ത് കയറി ഉടക്കുകയും വീശുന്ന സമയത്ത് വല വിരിയാതിരിക്കുകയും കുടയുന്ന സമയത്തൊക്കെ നമുക്കത് പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനാണ് എല്ലാവരും ഈ വലമണി തിളയ്ക്കുന്ന സമയത്ത് ഈ കെട്ട് വരുന്നത് വലമണിക്കുള്ളിലാക്കുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും ആ വലമണിക്കകത്തോടെ കയറ്റി ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക കഴിയുമ്പോൾ ആ കെട്ടുവശം ഈ വലമണിക്കുള്ളിലായിട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് ധൈര്യമായിട്ട് വല വീശുക എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ കെട്ടിൻ്റെ ഭാഗത്തൊന്നും ഉടക്കമൊന്നും ചെയ്യത്തില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പഴയ രീതിയിൽ തന്നെ ആവർത്തിക്കുകയാണ്. അടുത്ത വലക്കണ്ണിക്കകത്തോടെ കയറ്റി ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റിട്ട് കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചത് ചേറ്റാടി ജോയിൻറ്റ് ചെയ്യുന്നതും വലമണി തളയ്ക്കുന്നതും കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ആ കൊടുത്തിരുന്ന നമ്പറിൽ തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പഴയ വീഡിയോകൾ കൂടി കയറി കാണുക.